അപ്പോൾ നമ്മൾ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കണ്ണൂർ ധർമ്മശാലയിൽ വെച്ചിട്ട് നമ്മൾ ന്യൂ ഇയർ ഫെസ്റ്റ് നടക്കുന്നുണ്ട്, ഹാപ്പിയസ്റ്റ് ഫെസ്റ്റ്. അപ്പോൾ അതിലേക്ക് നമ്മൾ ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടാണുള്ളത്. അടിപൊളി ഡെക്കറേഷനും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോ ആദ്യം തന്നെ എത്തുന്നത് നമ്മൾ ഐസ്ക്രീമിലേക്കാണ്. അത് നമ്മൾ എവിടെ പോയാലും തീറ്റി മസ്റ്റാണ്. അപ്പം ആദ്യം തന്നെ ഐസ്ക്രീം വാങ്ങാൻ പോകുന്നുണ്ട്. അപ്പം ഏട്ടൻ ക്യൂ നിന്ന് 2 ഐസ്ക്രീം 2 സ്കൂപ്പ് കിട്ടുന്നുണ്ട് കേട്ടോ. 40 രൂപയാണ്, നല്ല റേറ്റ് കുറവാണ്. നമ്മുടെ നാട്ടിലൊക്കെ 50 രൂപ ഒരു സ്കൂപ്പാണ്. അപ്പോൾ ഇത് 2 സ്കൂപ്പ് 40 രൂപ. അപ്പം നല്ല അടിപൊളി. ഞാൻ ഏട്ടൻ വാനില ഫ്ലേവറും ഞാൻ ബ്ലൂബെറി ഫ്ലേവറുമാണ് വാങ്ങിച്ചത്. അപ്പം ഞങ്ങൾ തിന്നിട്ട് നേരെ എൻട്രി ഫീ എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. 20 രൂപയാണ് കേട്ടോ എൻട്രി ഫീ. ഭയങ്കര അഫോർഡബിൾ എൻട്രി ഫീ ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ പുഷ്പോത്സവം നടക്കുന്നുണ്ട്. 80 രൂപയാണ് ഒരാൾക്കുള്ള എൻട്രി ഫീ വരുന്നത്. പക്ഷേ ഇവിടെ വെറും 20 രൂപ മാത്രമേ ഉള്ളൂ. അടിപൊളിയാണ് അതിൻ്റെ ഉള്ളിൽ കാണാം. അപ്പം നേരെ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കാം. ഫുൾ ഇങ്ങനെയൊക്കെ ഒരു കവാടൊക്കെ ഉള്ള ഒരു സെറ്റപ്പാണ്. ഇവിടെയാണ് ടിക്കറ്റ് വാങ്ങിക്കുന്നത്. പിന്നെ ഇത് ഉള്ളോട്ടേക്ക് ഇങ്ങനെ പോകുമ്പോൾ ഫുൾ ഡിസ്പ്ലേയും കാര്യങ്ങളും LED ഡിസ്പ്ലേയും അങ്ങനെയൊക്കെ ഉണ്ട്. അത് നേരെ മുന്നോട്ടേക്ക് ഇങ്ങനെ കടന്നു. പിന്നെ പറയാതിരിക്കാൻ വയ്യ, കണ്ണൂരിലുള്ള എല്ലാ ജനങ്ങളും അവിടെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അത്രയും തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതാ മുന്നോട്ടേക്ക് ഇങ്ങനെ പോവുകയാണ്. ഫുൾ കാണാനൊക്കെ കുറേ ഉണ്ട്. 100-ലേറെ സ്റ്റാളുകളുണ്ട് കേട്ടോ. അപ്പം ആദ്യം തന്നെ പോകുമ്പോൾ നമ്മൾ ചോദിച്ചു എന്താ ഇവിടെ എന്തോ സംഭവം നടക്കുന്നു, എന്തോ ഷൂട്ടിങ്ങോ അങ്ങനെ എന്തോ ആണ് ആദ്യം വിചാരിച്ചത്. നോക്കുമ്പോൾ നമ്മളെ സെൽഫി സ്റ്റിക്ക് കറങ്ങുന്ന ആ ഒരു സംഭവമില്ലേ, അതിൻ്റെ വീഡിയോ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ആഡ് ചെയ്യാൻ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ചെറിയ ഷോർട്ട് വീഡിയോ പോലെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും. പോകുന്നത് അടുത്തത് സ്റ്റാളിലേക്കാണ്ട. അപ്പം 100-ൽ-അധികം സ്റ്റാളുകൾ അവിടെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓരോ സ്റ്റാളുകളും അതിൻ്റെ ഓരോ പ്രൊഡക്റ്റാണ് കേട്ടോ. വിത്ത്, നാടൻ ഐറ്റംസ്, ബെഡ്ഷീറ്റ്, അങ്ങനെയുള്ള കുറേ സ്റ്റാളുകൾ. പിന്നെ കുറേ നമ്മളെ ആവശ്യങ്ങളുള്ള നമ്മളെ വീട്ടുപകരണങ്ങൾ ഉണ്ടാവില്ലേ, അങ്ങനത്തെ സ്റ്റാളുകൾ, ഡ്രസ്സുകൾ, അങ്ങനെ 100-ൽ കൂടുതൽ സ്റ്റാളുകളുണ്ട്. അത് പിന്നെ കൂടാണ്ട് ഇതുപോലെ മരത്തിനെ കൊണ്ടൊക്കെ ആക്കി അടിപൊളി ഐറ്റംസ് ഉള്ള സംഭവങ്ങൾ. അത് കഴിഞ്ഞ് നമ്മളൊരു ഹോളിലേക്കാണ് എത്തുന്നത്. ആ ഹോള് എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാത്ത ജനങ്ങളാണ്, കാണാൻ പറ്റുന്നുണ്ടാവും. ഒരു ഭാഗത്ത് ഗാനമേള, DJ കാര്യങ്ങളൊക്കെ, വേറൊരു ഭാഗത്ത് ഫുഡ് സ്കോട്ടാണ്. എൻ്റെ പൊന്നു ഭഗവാന്, ഒരു രക്ഷയില്ലാത്ത ഫുഡാണ്. കാരണം ഐസ്ക്രീം മുതൽ എല്ലാ ഐറ്റംസും ഉണ്ട് അവിടെ. ചിക്കൻ്റെ ആയാലും ബീഫിൻ്റെ ആയാലും ഒക്കെ ഐറ്റംസ് ഉണ്ട്. പിന്നെ ഈ കുടുംബശ്രീ ഉള്ളൊരു അങ്ങനെ എന്തോ ഫുഡ് കോർട്ടാണ് വരുന്നത്. പിന്നെ ചിക്കൻ്റെ ഒക്കെ അൽഫാം, മറ്റേത് മറിച്ചത്, അട്ടപ്പാടിയിലെ വനസുന്ദരി, പിന്നെ എന്താ പാതിരാക്കോഴി, അങ്ങനെ ഇങ്ങനെയൊക്കെ എന്തൊക്കെയോ സംഭവങ്ങൾ അവിടെയുണ്ട്. ഫുൾ കുടുംബശ്രീ ആയതുകൊണ്ട് തന്നെ എല്ലാ ഫുഡും ഉണ്ടാക്കുന്നത് ലേഡീസാണ് കേട്ടോ. അത് തന്നെ ഒരു ഭയങ്കരമായിട്ട് ഇത് തോന്നി. പിന്നെ ഇത് തിന്നാനിരിക്കുന്ന ആൾക്കാരാണ്. ഇത് കണ്ടോ, പാതിരാക്കോഴി. എന്തുകൊണ്ടാണെന്നറിയില്ല, പാതിരാത്രി കൂവുന്നതുകൊണ്ടായിരിക്കും, ആ കോഴീനെ വെച്ചുണ്ടാക്കുന്നതുകൊണ്ടായിരിക്കും ആ ഐറ്റത്തിന് പാതിരാക്കോഴി ചിക്കൻ എന്ന് പേര് വന്നതായിരിക്കാം, അല്ലേ, അറിയില്ല. അപ്പം നമ്മൾ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ആദ്യം ഇങ്ങനെ കുറേ ആൾ ഇരുന്നിട്ടുണ്ടാകും. അവരെടുത്ത് പോയിട്ട് നമ്മൾക്ക് എത്ര പൈസേൻ്റെ കൂപ്പൺ ആണെന്ന് പറയും. അപ്പം നമ്മൾ അത്രയും പൈസയുടെ കൂപ്പൺ അവർ തരും, നമ്മൾ അവർക്ക് പൈസ കൊടുക്കും. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് എടുത്ത സാധനം എന്ന് പറയുന്നത് ഈ പിടിയും കോഴിയുമാണ്. ഞാൻ ആദ്യമായിട്ടാണ് പിടിയും കോഴിയും കഴിക്കുന്നത്. കോഴിക്കറി അടിപൊളിയായിരുന്നു. കാരണം എന്താ വെച്ചാൽ കോഴിക്കറി മാത്രമല്ല, പിടിയും അടിപൊളിയായിരുന്നു. കാരണം എന്താ വെച്ചാൽ നമ്മൾ തന്നെ ഉണ്ടാക്കി കഴിക്കുന്നത് പുറത്തുനിന്ന് ഒരാളെ അങ്ങനത്തെ ഇന്നൊന്നും ഭയങ്കര ഇതല്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കഴിച്ചത് വനസുന്ദരി ചിക്കനാണ്. എൻ്റെ പൊന്ന്, ഇത് അവരുടേതായ എന്തൊക്കെയോ മസാലയും കാര്യങ്ങളും ആക്കിയിട്ടുള്ള നല്ലൊരു അടിപൊളി സാധനം കേട്ടോ. അതിൻ്റെ ചമ്മന്തിയൊക്കെ അടിപൊളി. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അതിൻ്റെ പുറത്തേക്ക് പോകുമ്പോൾ
നമ്മൾ ഇങ്ങനെയുള്ള ആകാശത്തൊട്ടിലെ മരണക്കുണ്ട് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സ്ഥലങ്ങളാട്ടോ. അതിലാണെങ്കിൽ 4 വണ്ടിയാണല്ലോ, 2 ബൈക്കും 2 കാറും ഒക്കെയാണ് റൈഡിങ് ഉള്ളത്. അപ്പോൾ അതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്തതിന് ശേഷം നമ്മൾ പുറത്തേക്കുള്ള വഴിയിലൂടെ ഇങ്ങനെ പോവാണ് കേട്ടോ. പോകാൻ തോന്നുന്നില്ല, പക്ഷെ നമുക്ക് വേറൊരു സ്പോട്ടിലേക്കും കൂടെ പോകാനുണ്ട്. അപ്പം അങ്ങോട്ടേക്ക് പോവാണ്. ആ സമയത്ത് റോഡിൽ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ. അടിപൊളിയായിട്ടില്ലേ ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ ഫുള്ള് അങ്ങനെ ഇങ്ങോളം എന്താ പറയുക ഇങ്ങനെ ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അടിപൊളിയായിട്ട് അവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു എന്താ പറയുക എഫേർട്ട് എടുത്തിട്ട് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ നേരെ എത്തുന്നത് ബീച്ചിലേക്കാണ്. രാത്രിൻ്റെ ബീച്ചിൻ്റെ വൈബ് നിങ്ങൾ കണ്ട ആ തിര ഇങ്ങനെ വെള്ള കളറിൽ ഇങ്ങനെ വരുമ്പോൾ അടിപൊളിയല്ലേ. അപ്പം നമ്മൾ നോക്കുമ്പം ഫുൾ പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഗൈസ് നമ്മൾ നെക്സ്റ്റ് പയ്യാമ്പലം ബീച്ചിലേക്ക് എത്തിയിട്ട് അയ്യോ വാട്ടർ കാണുന്നില്ലേ, പയ്യാമ്പലം ബീച്ചിലേക്ക് എത്തിയിട്ടുള്ള കേട്ടതാ. രാത്രിയിലെ പയ്യാമ്പലം ബീച്ച് ഇഷ്ടം പോലെ ആളുണ്ട് ഏട്ടതാണ്ട് അവിടെയാട്ടാ പരിപാടി. അപ്പം നമ്മളിത് അവിടെ എത്തുന്നതിന് മുമ്പ് വേറൊരു സ്ഥലത്ത് ഒരു പരിപാടി കാണുന്നത് ഇതുപോലെ ആകാശത്തൊട്ടിലും കാര്യങ്ങളും ഡെക്കറേഷനും ആൾക്കാരും ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കുമ്പോഴാണ് അറിഞ്ഞത് അവിടെ ഡാൻസ് പരിപാടിയും കാര്യങ്ങളൊക്കെയാണ്. വേറൊരു പ്രശ്നമുണ്ട്, എൻട്രി ഫീ ഉണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ നേരെ അവിടെ നിന്ന് കിഞ്ഞു. തൊട്ടിപ്പുറം ഒരു കള്ള് ഷാപ്പാണ്. നമ്മൾ നേരെ കള്ള് ഷാപ്പിലേക്ക് പോയി 2 കുപ്പി കള്ളൊക്കെ അടിക്കാമെന്ന് വിചാരിച്ചു. ബട്ട് സൗണ്ട് ഉണ്ടാവുമെന്ന് അറിയില്ല. അവിടെ അപ്പൊ കള്ള് തീർന്നു പോയി ഗൈസ്. അപ്പൊ ഇന്ന് ന്യൂ ഇയർ ആയിട്ട് പാടുന്നല്ലത് ഡാൻസ് കളിക്കുന്ന കുട്ടികളെ അതെ നമുക്ക് വോയിസ് അവരോട്. അപ്പൊ അത് കഴിഞ്ഞാൽ ഇതിന് തൊട്ടിപ്പുറം ഇങ്ങനെ ഒരു കിഡ്സ് പ്ലേ ഗ്രൗണ്ട് പോലെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. അവിടെയും നിറച്ചു ആൾക്കാരുണ്ട്. അവിടെ ഒന്നും നമ്മൾ പോയി നോക്കിയില്ല. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ പോകുമ്പോൾ ഫുൾ ബ്ലോക്ക് ആയിരുന്നു കേട്ടോ. അങ്ങൊന്നും ഇങ്ങൊന്നും ഒക്കെ ചറപറ വണ്ടി വരുത്തായിരുന്നു. ഐസ് ചരണ്ട് വാങ്ങാൻ പോക്കാട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നമ്മളുടെ പരിപാടി നടക്കുന്ന അങ്ങോട്ടേക്ക് പോയേട്ടാ. നിറയെ ആളാണ്. ദൂരെ അവ കാണുന്നതാണ് സ്റ്റേജ് കേട്ടാ. അപ്പൊ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഡാൻസ് പരിപാടി, പിന്നെ കുറെ ഈ പാർട്ടിക്കാരുണ്ടാവില്ലേ, രാഷ്ട്രീയ പ്രവർത്തകരുണ്ട്, അങ്ങനെ അവരുണ്ടായിരുന്നു. അങ്ങനെ കുറേ ആൾക്കാരും പാട്ടും പരിപാടിയും ഡാൻസും ഒക്കെ ആയിട്ടുള്ള അടിപൊളി ഒരു ഷീ നൈറ്റ് ആയിരുന്നു അവിടെ. ഷീ നൈറ്റാന്ന് വെച്ചിട്ട് പെണ്ണുങ്ങൾ മാത്രമല്ല കേട്ടോ, ഫുൾ എല്ലാവരും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളിങ്ങനെ അതിലിടക്ക് കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുകയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതാ ന്യൂ ഇയർ ആകാൻ പോകുവാണ്, അതിൻ്റെ ആഘോഷങ്ങൾ തുടങ്ങുകയാണ്. അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ. അപ്പം എല്ലാവർക്കും നല്ലൊരു പുതുവർഷം ആശംസിക്കുകയാണ്. എല്ലാവർക്കും 2023-നേക്കാളും അതിഗംഭീരമായ ഒരു സക്സസ്ഫുൾ ഇയർ ആകട്ടെ 2024 എന്ന് ആശംസിക്കുകയാണ്. അടുത്തതായിട്ട് അവിടെ പിന്നെ DJ പരിപാടി തുടങ്ങാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. DJന്റെ അവർ അനൗൺസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കലാപരിപാടികൾ ഈ ഒരു DJക്ക് ശേഷം നമ്മൾ റീസ്റ്റാർട്ട്. ഈ ന്യൂ ഇയർ അടിച്ച് പൊളിച്ചിട്ടുണ്ട്. അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ബൈ.